കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യൂസിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് പൽക്കാലം വിശുദ്ധ സഭായോഗമായി ഭവനാങ്കണത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2-3 പേരെൻ്റെ നാമത്തിൽ കൂടിയുള്ള മധ്യത്തിൽ ഉണ്ടെന്നുള്ള വചനപ്രകാരം കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലുണ്ട്, നമ്മുടെ മധ്യത്തിലുണ്ട്. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. വലിയ സമൂഹങ്ങൾ കടന്നു വന്നാലും കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാൽ ചുരുക്കം ആൾക്കാരാണെങ്കിലും ദൈവവചനത്തിൻ്റെ പോഷണം പ്രാപിച്ച് ശുദ്ധീകരണത്തോടെ, പ്രത്യാശയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നമ്മൾ കടന്നു പോകുന്നെങ്കിൽ അത് വലിയ അനുഗ്രഹം തന്നെയാണ്. ദൈവാനുഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ആത്മീക ഗോളമാണ് നമ്മുടെ മുൻപിലുള്ള ഗോളം എന്ന് പറയുന്നതിൽ ദുഃഖമുണ്ട്. ഇന്നത്തെ പഠിപ്പിക്കലുകൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ എങ്ങനെ അനുഗ്രഹിക്കും, ഏത് നിലയിൽ അനുഗ്രഹിക്കും, ഇതിനെക്കുറിച്ച് വ്യക്തമായ ചിത്രം പലർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇന്നത്തെ ന്യൂ ജനറേഷൻ ചർച്ചുകളിലെ പാസ്റ്റർമാരൊക്കെ പ്രലോഭനങ്ങൾ പറഞ്ഞ് ദൈവം നിങ്ങളുടെ കഷ്ടത മാറ്റുന്നു, കണ്ണീര് തുളയ്ക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു, നന്മകൾ കൊണ്ട് നിറയ്ക്കുന്നു, നിങ്ങളുടെ അയൽവാസികളെക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ ദൈവം നിങ്ങളെ നടത്താൻ വിശ്വസ്തനാണ് എന്നൊക്കെ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് അവരെ പ്രലോഭിപ്പിക്കുമ്പോൾ ആ പ്രലോഭനത്തിൽ വീണു പോകുന്ന വിശ്വാസികളാണ് ഏറെ പങ്കും. ഞാനിരിക്കുന്ന ഒരു കൂട്ടായ്മയിലാണ് അങ്ങനെ പറയുന്നെങ്കിൽ ഞാൻ അതിനോടൊന്നും പ്രതികരിക്കത്തില്ല. കാരണം അനുഗ്രഹം എന്താണെന്ന് സത്യവേദ പുസ്തകത്തിലൂടെ നമ്മൾ ഒരല്പം മനസ്സിലാക്കിയത് കൊണ്ട് ഇങ്ങനെയുള്ള ഈ പൊള്ളത്തരങ്ങൾ കേട്ട് നമ്മൾ അതിൽ സന്തോഷിക്കുന്നവരായി തീരരുതെന്ന ഒരു അപേക്ഷ എനിക്കുണ്ട്. പ്രാരംഭത്തിൽ തന്നെ എഫേസ്യർ 1:3 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അപ്പം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്, പുതിയ നിയമസഭയെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീയമായിട്ടാണ് എന്ന് നമ്മൾ ഹൃദയത്തിൽ നന്നായിട്ട് സംഗ്രഹിക്കണം. ഇത് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ചിലർ വിചാരിക്കും പാസ്റ്ററിന് വാക്കുകളൊന്നും കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെയും അല്ല. വാക്കുകളുടെ ദാരിദ്ര്യമൊന്നും കൃപയാൽ ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇത് പല പ്രാവശ്യം കേട്ട് കഴിയുമ്പോഴാണ് ഒരിക്കലെങ്കിലും അതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിക്കാൻ നമുക്കിട വരുന്നത്. കാരണം ഇന്നത്തെ ടീച്ചിങ്, ഇന്നത്തെ പഠിപ്പിക്കൽ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കൽ പോലെയല്ല. നമുക്കറിയാം പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാദിയാവരൊക്കെ സഭയെ നടത്തിയതും അല്ലെങ്കിൽ അവർ പ്രബോധിപ്പിച്ചതും അവർ പ്രസംഗിച്ചതും സഭയ്ക്ക് കൊടുത്ത ഉപദേശങ്ങളും വാക്കിനാൽ ലേഖനത്താൽ കൊടുത്ത പ്രമാണങ്ങളൊക്കെ എന്താണെന്ന് ലേഖനത്തിലൂടെ പഠിച്ചു വരുമ്പോൾ ഇന്നുള്ളവർ അതിന് വിരുദ്ധമായിട്ടാണ് പറയുന്നത്. ഞാനത് മനസ്സിലാക്കി. ഈ കാപട്യം ഞാൻ മനസ്സിലാക്കി. ഈ തന്ത്രങ്ങൾ ഞാൻ മനസ്സിലാക്കി. വിശ്വാസികളെ കൂട്ടിവരുത്തി അവരെ പ്രലോഭിപ്പിച്ച് അവരെ അവരെ ഓഡിയൻസിനെ കയ്യിലെടുക്കുക. സാധാരണ ചിലർ പറയുന്ന അങ്ങനെയാണ്, കയ്യിലെടുക്കുക. കയ്യിലും കാലിലും ഒന്നും എടുക്കാൻ നിൽക്കേണ്ട. ഓഡിയൻസിനെ ദൈവവചനത്തിൻ്റെ നിർമ്മലമായ സത്യങ്ങൾ അവരെ ഗ്രഹിപ്പിച്ച് അവരെ വചനത്തിലൂടെ ശുദ്ധീകരണത്തിലേക്ക് നടത്തി അവരെ വചനത്തിലൂടെ ആത്മീയ വളർച്ചയിലേക്കും ആത്മീയ വർദ്ധനയിലേക്കും ആത്മീയ നിറവിലേക്കും നടത്തി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ള ഒരൊറ്റ അനുഭവം മാത്രമേ ശുശ്രൂഷകന്മാർക്കുള്ളൂ. ഇന്നത് കാണുന്നില്ല. ആ അപകടം മണത്തത് കൊണ്ട് ഞാൻ പിന്നെയും പറയുന്നു, അനുഗ്രഹം എന്താണെന്ന് ദൈവമക്കൾ നന്നായി മനസ്സിലാക്കണം. നമ്മളെ ഒന്ന് ആകമാനമായിട്ടൊന്ന് കണ്ട് നമ്മുടെ അശുദ്ധിയും നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളും നമ്മുടെ ജീവിതത്തിൻ്റെ പാളിച്ചകളും നമ്മുടെ ജീവിതത്തിൻ്റെ അപാകതകളും നമ്മുടെ ജീവിതത്തിൽ നാം വിട്ടുകളയേണ്ടതുമായ അനേക വിഷയങ്ങളെ ദൈവസന്നിധിയിൽ കണ്ടുപിടിച്ച് ശോധന ചെയ്ത് അതിനോടെല്ലാം വിട പറഞ്ഞ് വിശുദ്ധിയുടെ പാന്താവിലേക്ക് ഓടിക്കയറുന്നതാണ് ഓരോരുത്തത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു പാർട്ട് എന്നുള്ളത്.
അതിന്ന് കാണുന്നില്ല. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിക്കുമെന്ന് കർത്താവ് പറയുന്നു. അപ്പൊ കർത്താവ് വിശുദ്ധനായിരിക്കും, നമ്മൾ വിശുദ്ധരായിരിക്കണം. കർത്താവ് നിഷ്കളങ്കനായിരിക്കുന്ന പോലെ നമ്മൾ നിഷ്കളങ്കരായിരിക്കണം. കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മൾ ഒപ്പിയെടുക്കണം. ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുണ്ടാകണം. ക്രിസ്തുവിൻ്റെ ഭാവം നമുക്കുണ്ടാകണം. അതിനാണ് വചനപ്രഘോഷണം. അല്ലാതെ കൊട്ടപ്പടി കിട്ടുമെന്ന് പ്രസംഗിക്കുന്നതല്ല. അതൊക്കെ ഫേക്ക് ന്യൂസാണ്. അതൊക്കെ സാത്താൻ്റെ സന്ദേശങ്ങളാണെന്ന് ഇനിയെങ്കിലും എൻ്റെ പ്രബുദ്ധരായ കേൾവിക്കാർ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. നമുക്കറിയാം, ഒരു വലിയ യുദ്ധകാഹളം മുഴങ്ങിക്കൊണ്ടിരിക്കുക. എന്ത് സംഭവിക്കാം. വെനസ്വലയിൽ സംഭവിച്ചതുപോലെ ഇറാനിൽ സംഭവിക്കാം. ഒരു ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. അതൊക്കെ തീർച്ചയായിട്ടും നടക്കും. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം അരുമനാഥൻ്റെ വരവിന് വേണ്ടിയുള്ള മുന്നോടിയാണ് എന്ന് മനസ്സിലാക്കണം. ക്ഷാമങ്ങളും ഭൂകമ്പവും യുദ്ധവും യുദ്ധശ്രുതികളൊക്കെ കേൾക്കും. ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം. നോവ് തുടങ്ങി, കർത്താവ് വരാറായി. ആത്മീകമായ ഒരു വലിയ വ്യത്യാസം ലോകത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഒരു വലിയ നവീകരണം ആത്മീയമായി സംഭവിക്കാൻ പോവുകയാണ്. ലോകത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ മാറാൻ പോവുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ദൂതുകളൊക്കെ ശ്രദ്ധിച്ച് കേട്ടപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ലോകം അണിയറയിൽ ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവസഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഏകലോക ഗവൺമെൻറ്, ഏകലോക ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും. അത് ലോക മനുഷ്യൻ പോലും പറയുന്നു എന്ന് ഓർക്കുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കണം അതിൻ്റെ യാഥാർത്ഥ്യം എത്ര വലുതാണെന്ന്. വിശുദ്ധ സത്യവേദ പുസ്തകം കർത്താവും തൻ്റെ പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നത് എത്രയോ സത്യമാണെന്ന് ആ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ കൂടിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഒരു നേതാവിൻ്റെ കീഴിൽ ലോകം അണിനിരക്കാൻ പോവുകയാണ്. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ പല കാര്യങ്ങൾ, കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും അനുസരിക്കാതെ പോകുന്നവർ യേശുക്രിസ്തുവിനെ നിശ്ചയമായും അനുസരിക്കുക തന്നെ ചെയ്യും. അനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് സുലഭമായി കിട്ടുന്ന ദൈവവചനത്തിൻ്റെ മാർമിക സത്യങ്ങൾ കർത്താവും തൻ്റെ ശിഷ്യന്മാരും അല്ലെങ്കിൽ ദാസന്മാരും അത് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് നമുക്ക് തരുമ്പോൾ അത് കേട്ട് നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ, വിധേയപ്പെടുന്നില്ലെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളും അവൻ്റെ കൽപ്പനകളും അവൻ്റെ കമാൻഡിങ്ങും നമ്മൾ അനുസരിച്ചേ പറ്റൂ. അങ്ങനെയാ വചനം പറയുന്നേ. തിരുവായിക്ക് എതിർവായില്ല. ഇന്ന് മോദിയെ, ട്രംപിനെ, ലോക നേതാക്കന്മാരെ നമ്മൾ ചീത്ത പറയുന്നു. അവരെന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ അപ്പോൾ നമ്മൾ അവരെ ക്രിറ്റിസൈസ് ചെയ്യുന്നു. നല്ല കാര്യമാണ്, അവർക്കും തിരുത്താനിടയാവുമല്ലോ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണകാലത്ത് യേശുക്രിസ്തുവിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അവനൊരു സ്പിരിറ്റാണ്, അത് മനസ്സിലാക്കി പിന്നെ ആ പറയുന്നവൻ്റെ ജീവിതം അതോടെ തീർന്നു. ഹല്ലേലൂയ. അവൻ നശിപ്പിക്കപ്പെടും എന്നാണ് ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതൊന്നും എടുത്ത് പറയാൻ എൻ്റെ സമയമില്ല, ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനങ്ങൾ സുലഭമായി കിട്ടുമ്പോൾ, മഞ്ഞുപോലെ ദൈവവചനം പ്രസ്താവിക്കപ്പെടുമ്പോൾ അത് നമ്മൾ കേട്ടനുസരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമേ എന്ന് ഞാൻ കൈകൂപ്പി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. സ്തോത്രം അപേക്ഷിക്കുന്നു. വചനങ്ങൾ തള്ളിക്കളയരുത്. ഞങ്ങൾ ഈ പറയുന്ന വചനങ്ങൾ പുതിയ നിയമസഭയ്ക്ക് വേണ്ടുന്ന ഉപദേശങ്ങളാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. കർത്താവിൻ്റെ ഒരു താമസമെങ്കിൽ ഈ വരുന്ന മാർച്ച് 9-ാം തീയതി തൃശ്ശൂർ ജില്ലയിലെ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു ഹാളിൽ ദൈവവചന പഠനത്തിനായിട്ടൊരു വഴി കർത്താവ് തുറന്നു തന്നിരിക്കുകയാണ്. ഇത് കേൾക്കുന്നവരെല്ലാം നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വരിക. അവിടെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പിന്നാലെ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള ഉപദേശങ്ങളാണ് അവിടെ പ്രസ്താവിക്കപ്പെടുന്നത്, മറ്റൊന്നുമല്ല. യേശു കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനുള്ള
ഒരുക്കത്തിന് വേണ്ടുന്ന ആത്മീയ വളർച്ച, ആത്മീയ വർധനം, ആത്മീയ നിറവ്, അതിനായിട്ടുള്ള ഉപദേശങ്ങൾ അവിടെ ശക്തിയോടെ പ്രസംഗിക്കപ്പെടും. മാർച്ച് മാസം 2026 മാർച്ച് 9-ാം തീയതി അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഉള്ള ഒരു ചെറിയൊരു ഹോള്, ഒരു 19 പേർക്ക് ഇരിക്കാവുന്നൊരു ഹോളാണ്. അത് ഞങ്ങൾക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അതിനുള്ള വഴികളെല്ലാം കർത്താവ് തുറന്നു തന്നു. 9-ാം തീയതി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വരാൻ കഴിവുള്ളവരും ആഗ്രഹിക്കുന്നവരും നിങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വരിക. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അതൊരു മുതൽക്കൂട്ടായിരിക്കും. നിങ്ങൾക്ക് ആത്മീയമായി ഉണർത്തപ്പെടാൻ അതൊരു കാരണമായി തീരും. അത് ഇതിനിടയിൽ ഇത്തരത്തിൽ ഒന്ന് ഓർപ്പിക്കുന്നു. സ്തോത്രം. ഇത് പലകാലം വചന ധ്യാനത്തിന് വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന വേദഭാഗം യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായമാണ്. ഏത് വേദഭാഗം പ്രസംഗിച്ചാലും നിങ്ങൾക്കത് സുപരിചിതമാണ്. നിങ്ങൾ തല്ലുന്ന പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്കതൊന്നും പുത്തിരിയല്ല. കാരണം വിശ്വാസികൾ വർഷങ്ങളോളം ഈ വചനങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതൊന്നും പുത്തിരിയല്ല. എപ്പോഴും നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ തന്നെയാണ്. അതിൽ കൂടിയും പിന്നെയും ദൈവം നമ്മോട് സംസാരിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുക, നമ്മെ ഉണർത്തുക. യാക്കോബിൻ്റെ ലേഖനം മാർട്ടിൻ ലൂതർ ഭയപ്പെട്ടിരുന്നു എന്ന് ഞാൻ മുൻപ് പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്. കാരണം വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയും കൂടി വേണമെന്ന് യാക്കോബ് ശക്തമായി പറയുന്ന ഒരു ലേഖനമാണ് യാക്കോബിൻ്റെ 1, 2, 3, 4, 5 അധ്യായങ്ങൾ. വിശ്വാസം മാത്രം പോരാ, വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകണമെന്ന് ഈ ലേഖനം നമുക്ക് ശക്തമായ പഠനം തരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ടൈറ്റിലുകളുടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ലേഖനത്തിലേക്ക് പ്രവേശിക്കുക. എന്നിട്ട് താൻ ചില ഉദാഹരണങ്ങൾ പറയുന്നു. അബ്രഹാം തൻ്റെ ഏകജാതനായ മഹീസഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. അവൻ്റെ പ്രവൃത്തിയോടുകൂടി വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നാം കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേര് പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അവളുടെ രാഹാബ് എന്ന വേശ്യയും ദൂതന്മാരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് നവോത്ഥാനത്തിൻ്റെ കരുത്തനായ പുരുഷൻ മാർട്ടിൻ ലൂതർ പ്രസംഗിച്ചു, ശക്തിയോടെ പ്രസംഗിച്ചു. ദൈവം തന്നെ ശക്തിയായിട്ട് ഉപയോഗിച്ചു. വിശ്വാസത്താൽ നീതീകരണം മാത്രമേ വിശ്വാസത്താൽ കിട്ടുന്നുള്ളൂ. തനിക്ക് ലഭിച്ച വെളിപ്പാട് കറക്റ്റാണ്, താനത് പ്രസംഗിച്ചു. അതിനുശേഷം ദൈവം പല ദൈവദാസന്മാരെയും എഴുന്നേൽപ്പിച്ച് പിന്നീടുള്ള ഭാഗങ്ങൾ പലരായിട്ട് പാർട്ടുകളായിട്ട് ദൈവം പലരെയും എഴുന്നേൽപ്പിച്ച് പ്രസംഗിച്ചു. എന്നാൽ കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലനായ യാക്കോബ് അതുള്ള വിശദമായിട്ട് താന് പഠിപ്പിക്കാനിടയായിപ്പോയി. യാക്കോബിൻ്റെ ലേഖനം എല്ലാവരും വായിച്ച് പഠിക്കണം. 5 അധ്യായം നന്നായിട്ട് വായിച്ച് പഠിക്കണം. വളരെ ശക്തമായ ലേഖനമാണ്. ഒറ്റ ലേഖനമേ താൻ എഴുതിയുള്ളെങ്കിലും വളരെ ഈടുറ്റ ലേഖനമാണ്. ലേഖനങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. 2 തെസ്സലോനി 2:15. അവരുടെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ മോക്ഷത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. 2 തെസ്സലോനി 2:14-15 വാക്യങ്ങൾ. ലേഖനങ്ങൾ ദൈവസഭയുടെ പ്രമാണങ്ങളാണ്. നീ പ്രവാചകനായിരിക്കാം, ആത്മികനായിരിക്കാം. ഞാൻ എഴുതുന്ന ദൈവത്തിൻ്റെ കൽപ്പന. 1 കൊരിന്ത്യർ 14:37. അതറിയുന്നില്ലെങ്കിൽ അറിയാതിരിക്കട്ടെ 38. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട വേദഭാഗങ്ങളാണ്. ഇന്ന് അങ്ങനെയുള്ള പഠനങ്ങളൊന്നും ഇന്ന് ദൈവസഭകളിൽ കാണുന്നില്ല.
ഇങ്ങോട്ട് വന്നൊരു വാക്യമെടുത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നും കുറേ വാക്യങ്ങൾ എടുത്ത് അങ്ങോട്ട് പ്രസംഗിച്ച് ആൾക്കാരെ മുൾമുനയിൽ നിർത്തുന്ന രീതികളാണ്. വചന പഠനങ്ങളിലേക്ക് സഭകൾ പോകുന്നില്ല. അതുകൊണ്ട് വിശ്വാസികൾ ആത്മീയമായി ശുഷ്കിച്ചിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഭാഗങ്ങൾ പിന്നെയും ഉരുവിടുന്നു. പൗലോസ് റോമാസഭയെ ഉപദേശം പഠിപ്പിച്ചു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി. സ്വത്രം, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം, പഠിച്ച ഉപദേശം. അപ്പോൾ ഉപദേശം സഭയെ പഠിപ്പിക്കാതെ സഭ എങ്ങനെ പഠിക്കും? ഇന്ന് ഉപദേശം പഠിപ്പിക്കലല്ല, പ്രസംഗിച്ച് മുമ്പോട്ട് പോകുന്ന രീതിയാണ് ശുശ്രൂഷന്മാരിൽ കണ്ടുവരുന്നത്. പ്രസംഗം നല്ലതാണ്, അത് ഉപദേശമായിരിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. നീ നിന്നെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പോൾ പ്രസംഗം എന്താണ്? ഉപദേശം. വെട്ടുകഥ, കിഴവിക്കഥ, നിർമ്മിത കഥ, സങ്കല്പകഥ, പഴയ നിയമത്തിലെ പല ഭാഗങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെ കുളുകുളാ ചിരിപ്പിച്ച് അമ്മിഞ്ഞപ്പാല് വെളിയിൽ വരത്തക്ക നിലയിൽ ചിരിപ്പിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ട്. എനിക്കതിനോട് താല്പര്യമില്ല. ചിരിക്കുന്നതൊക്കെ നല്ലതാണെങ്കിലും തിരുവചനം എടുത്ത് ചിരിക്കാനല്ല പറഞ്ഞത്. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, കർത്താവ് ഒരിക്കൽ പോലും ചിരിച്ചില്ല, ആനന്ദിച്ചു എന്ന് പറയുന്നുണ്ട്. അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു എന്ന് വചനം പറയുന്നുണ്ട്. ചിരിപ്പിച്ചില്ല. ഇന്ന് എവിടെ നിന്ന് കിട്ടി ഈ ചിരിപ്പിക്കലും ചിരിയൊന്നും? ഒരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് വചനവിരുദ്ധമായ പല കാര്യങ്ങളും ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ കണ്ടുവരുന്നു. അത് അവരുടെ പരാജയമാണെന്ന് ഞാൻ തുറന്നു പറയുക. കാരണം കർത്താവ് ഒന്ന് സഭയെടുക്കാൻ നേരമായ ഈ സാഹചര്യത്തിൽ സഭയെ വചനത്തിലൂടെ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ചിരിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ല. കരയാൻ പറയണം. കർത്താവ് അങ്ങനെയാ പറഞ്ഞത്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെ ഓർത്ത് കരവില്ലെന്ന് കർത്താവ് പറഞ്ഞു. ആ കർത്താവ് പറഞ്ഞതിലേക്ക് നമ്മൾ വരണം. അപ്പോസ്തലന്മാർ പറഞ്ഞതിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ടാണ് ഞാൻ ശഠിക്കുന്നത്. അപ്പോസ്തലന്മാർ ഉപദേശ സഭയെ പഠിപ്പിക്കണം. അവരെങ്ങനെ പഠിപ്പിച്ചോ, റോമാസഭയെ, കൊരിന്ത് സഭയെ, ഗലാത്യ സഭയെ, എഫേസ്യ സഭയെ, ഫിലിപ്പി സഭയെ, കൊലോസ്യ സഭയെ, തെസ്സലോനിക്ക സഭയെ അവരെങ്ങനെ പഠിപ്പിച്ചോ അതുപോലെ സഭകളെ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിച്ച് ആത്മികരാക്കി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുന്നില്ലെങ്കിൽ സ്വർഗത്ത് പോകാൻ ആള് കാണത്തില്ല. അങ്ങനെയുള്ളവർക്കൊരു ദൂതുണ്ട്, വേറൊരു കർത്താവ് വരുന്നുണ്ട്. ഇച്ചിരി പ്രയാസമായിരിക്കും അവൻ്റെ കീഴിലുള്ള ജീവിതം. ലോകാരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത മഹാകഷ്ടം അന്നുണ്ടാകുമെന്ന് വചനം പറയുന്നു. മലകളെ, പാറകളെ ഞങ്ങളുടെ മേൽ വന്ന് വീഴുവിൻ, ഞങ്ങളെ മൂടുവിനെന്ന് പറയുന്ന അവസ്ഥ വരും. മരിക്കാൻ കൊതിക്കും, മരിക്കാൻ ദാഹിക്കും, മരിക്കാൻ ആഗ്രഹിക്കും, മരണം കാണുകയില്ല. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, ചിരിയും കൊരയും ഒക്കെ നിർത്തിയിട്ട് ശുദ്ധമായ ദൈവവചനം ആത്മീയ വളർച്ചയ്ക്ക്, രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് ആത്മീയമായി വളർച്ച പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമേ എന്ന് ഞാൻ നിങ്ങളെ ശക്തിയോടെ പ്രബോധിപ്പിക്കുക. ഹല്ലേലൂയ. ഇനി നമ്മുടെ മുൻപിൽ അധികം സമയമില്ല, അധികം നാളുകളില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളൊന്നും നിറവേറണമെന്നില്ല. പല കണക്കുകൂട്ടലുകളിലാണ് വിശ്വാസികൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തലമുറകളെ വളർത്തിയെടുത്ത് അവരിലൂടെ നല്ലൊരു ഭാവി കാണാനും അവരിലൂടെ നല്ലൊരു എക്കണോമി കെട്ടിപ്പടുത്താനും ഒക്കെ പലരും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അബദ്ധത്തിൽ ചെന്ന് കലാശിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മക്കളെയും മക്കളെയും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്നതിനേക്കാൾ വലിയൊരു മഹത്തരമായൊരു അനുഭവം വേറെ ഇല്ല തന്നെ. നിങ്ങൾ എത്ര പഠിപ്പിച്ചാലും ഒരു ആത്മീയരാകത്തില്ല. കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചും നിങ്ങൾ അവരെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. യഹൂദൻ കർത്താവിൻ്റെ മേശ നടത്തുമ്പോൾ ആ മേശയുടെ അല്ല പെസക നമ്മളാണല്ലോ കർത്താവിൻ്റെ മേശ അനുഭവിക്കുന്നത്. അവർ പെസക ആചരിക്കുന്നു, നമുക്ക് തിരുവത്താഴോ മേശയാണ്. അപ്പോൾ അവർ പെസക ആചരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് മിസ്രൈമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന വിധങ്ങൾ, അടിമത്വത്തിലായിരുന്ന അനുഭവങ്ങൾ, മോശ മുഖാന്തരം വിടുവിച്ച വിടുതലിൻ്റെ കഥകളും സംഭവങ്ങളും സംഭവ കഥകളൊക്കെ ഇസ്രായേൽ മക്കളെ, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് കേൾപ്പിക്കും. പിറന്നു വീഴുന്ന കുഞ്ഞിൻ്റെ ചെവിയിൽ ഇസ്രായേലേ കേൾക്കുക, യഹോവയായ ദൈവമാകുന്നു നിന്റെ ദൈവമെന്ന് അവരുടെ ചെവിയിൽ ഓതിക്കൊടുക്കുമെന്നാണ് പറയുന്നത് റബ്ബിമാരെ.
അപ്പോൾ കുഞ്ഞുനാളിലേ അവരെ എന്ത് ചെയ്യുന്നു? ആത്മീകമായി ബോധവൽക്കരിച്ചാണ് നടത്തുന്നത്. അവർ വളർന്നു വരുമ്പോൾ നല്ല ഭക്തന്മാരായി തീരും. ഇന്ന അവസ്ഥയൊക്കെ മാറി. ഇന്ന് ഇസ്രയേലിലുള്ള ഇസ്രയേൽ മക്കളിൽ ഒരു ഒരു നല്ലൊരു ശതമാനം എത്തിസ്റ്റാണ്. അവർ നിരീശ്വരവാദികളാണ്, അവർ ലോകസ്നേഹികളാണ്, അവർ ആത്മീകമായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു വർഗമാണ്. അതവരെ യഥാസ്ഥാനപ്പെടാത്തതുകൊണ്ട് അതുവരെ അങ്ങനെ തന്നെ പോവും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ ലേഖനം ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കാണ് എഴുതുന്നതെന്ന് തന്നെ ആരംഭത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും ആ ഗോത്രത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന യഹൂദ ജാതിക്കും അപ്പോൾ തന്നെ പുതിയ നിയമസഭയ്ക്കും കൂടി നിലകൊള്ളുന്നതാണ് ഈ യാക്കോബിൻ്റെ ലേഖനമെന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. വിശ്വാസവും പ്രവൃത്തിയും എന്നുള്ളതാണ് യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ തീമായിട്ടുള്ള വിഷയം. ഇനി ഞാൻ ലേഖനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. ആ 2-3 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. എന്താ അവിടെ എഴുതി വച്ചിരിക്കുന്നത്? നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന, ഹല്ലേലൂയ, സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷമെന്നുണ്ണുവിൻ. ദൈവമക്കളെ, ഈ ആദ്യത്തെ വാക്ക് തന്നെ നമ്മളെ അങ്ങ് വല്ലാതെ അങ്ങ് എന്ത് ചെയ്യുക, ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോവുക ഇല്ലേ? എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ, ടെംപ്റ്റേഷൻ, പരീക്ഷകൾ, വിവിധ നിലയിലുള്ള പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യൻ. ഇസ്രയേലിലെ പ്രധാനമന്ത്രി ഒരു വലിയ പരീക്ഷ നേരിട്ടുകൊണ്ടിരിക്കുക. വർഷങ്ങളായി നൂറ്റാണ്ടുകളായി തന്നെയും തൻ്റെ ജനത്തെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ വേണ്ടി വലിയ പരീക്ഷഘട്ടത്തിലാണ് താനായിരിക്കുന്നത്. അതിൻ്റെ കട്ട സപ്പോർട്ടുമായിട്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റും ഉണ്ട്. അതും ഒരു അഗ്നി പരീക്ഷയാണ്. കാരണം എതിർഭാഗത്ത് നിൽക്കുന്ന ശത്രു ചെറിയ ആളായിട്ട് കാണണ്ട. മിഡിൽ ഈസ്റ്റിലെ രാജാക്കന്മാരാണ് അവർ കരുത്തന്മാരാണ്. അവരുടെ ശക്തി കുറച്ച് കാണണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ വ്യൂഹം അവർക്കാണെന്ന് പറയപ്പെടുന്നു. ഞാനിതൊക്കെ ന്യൂസിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ മിസൈലുകൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ചെന്നെത്താൻ കഴിവുള്ളവയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർക്കൊരു വിഷയമല്ല. എങ്കിൽ പോലും ഒരു യുദ്ധം നടക്കുമ്പോൾ കനത്ത നാശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കാം. വലിയ പരീക്ഷഘട്ടത്തിലാണ് ഇസ്രയേൽ ആയിരിക്കുന്നത്, ബെഞ്ചമിൻ ആയിരിക്കുന്നത്, ട്രംപ് ആയിരിക്കുന്നത്. ഇനി അവരുടെ വിഷയം അങ്ങ് വിടാം. നമ്മൾ ആത്മീകരായി നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പല പരീക്ഷകളെയും നേരിടുന്നവരാണ്, പല ടെംപ്റ്റേഷനെയും നേരിടുന്നവരാണ് നമ്മൾ. ആ പരീക്ഷയെക്കുറിച്ച് പുതിയ നിയമസഭയുടെ കരുത്തനായ യാക്കോബ് പഠിപ്പിക്കുന്നത്. ഈ കരുത്തനായ യാക്കോബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരിക്കും, യാക്കോബിന് എന്താ ഇത്ര പ്രാധാന്യമുള്ളതെന്നൊക്കെ ഒരുപക്ഷെ ചിന്തിക്കും. എടുക്കാം, പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായം. യാക്കോബിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് നോക്കാം. അതൊക്കെ വേണ്ട രീതിയിൽ പലരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് 15-ാം അധ്യായത്തിൽ ആദ്യത്തെ സുന്നകോസ് കൂടുന്നൊരു ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവൃത്തി പുസ്തകം, അതിൽ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. അല്ലെ, എല്ലാം വായിക്കാനൊന്നും സമയം നമ്മുടെ മുമ്പിലില്ല. അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, കുറേ നാൾ മുമ്പ് ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. വിശ്വാസത്താൽ അവരും അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസം വെച്ചിട്ടില്ല. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, ഇത് വേറൊരു വിഷയത്തെക്കുറിച്ച് പറയുക. പത്രോസും യാക്കോബും ഈ സുന്നകദോസത്തിലെ പ്രധാന ക്യാരക്ടറാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വേദഭാഗം വായിക്കുന്നത്. അല്ല, നമ്മൾ പഠിക്കുന്ന വിഷയമായിട്ട് ഇത് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല.
പത്രോസ് ആരാ? യാക്കോബ് ആരാ? ആദ്യം പത്രോസ് പറയുക. ഈ സുന്നതോസിൽ പൗലൂസ് അത്രത്തോളം ആത്മീയമായി മുന്നോട്ട് വന്നിട്ടില്ല. പ്രവൃത്തി 9-ാം പുസ്തകത്തിൽ പൗലൂസ് രക്ഷിക്കപ്പെട്ട് വരുന്നുണ്ട്. എന്നാൽ 9, 10, 14, 12, 13, 14, 15 അധ്യായങ്ങളൊക്കെ വന്നപ്പോൾ പൗലൂസ് പ്രാർത്ഥിച്ച് നല്ല ശക്തനായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രധാന ക്യാരക്ടർ പത്രോസും യോഹന്നാനും യാക്കോബൊക്കെയാണ്. അതിൽ പത്രോസാണ് ഒരു തീർപ്പ് കൽപ്പിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ജനസമൂഹം മിണ്ടാതെ ബർന്നബാസും പൗലൂസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഒരു തീർപ്പ് കൽപ്പിച്ചു. അതെന്താണ്? ആകാതെ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്ക് ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ കെട്ടിവെച്ച് ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ത്? ഒരു പ്രത്യേക വിഷയത്തിൻ്റെ മുൻപിൽ പത്രോസിൻ്റെ ശക്തമായ പ്രബോധനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്, സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചക വാക്യങ്ങളും ഒക്കുന്നു. ഉണ്ടോ? ശീമോൻ പറഞ്ഞതിനോടും പത്രോസ് പറഞ്ഞതിനോടും പ്രവാചക വാക്യങ്ങൾ ഒക്കുന്നു. അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ പണിയും, അതിൻ്റെ ശൂന്യാശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന പൂർവ്വകാലങ്ങളിൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം പൊട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിക്കണം എന്ന് എഴുതണമെന്ന് അഭിപ്രായപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഭക്ഷണകാര്യങ്ങളെക്കുറിച്ചൊരു തീർപ്പാണ് ഇവിടെ കൽപ്പിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഉപദേശം പറയുന്നത് പത്രോസും യാക്കോബുമാണ്. ഗലാത്യ ലേഖനത്തിൽ പത്രോസും യാക്കോബും യോഹന്നാനും ദൈവസഭയുടെ തൂണുകളായിട്ട് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ ദൈവസഭയുടെ തൂണായ, ദൈവസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലനായ യാക്കോബാണ് പറയുന്നത്. എന്താ പറയുന്നത്? നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. 2-ാം വാക്യം, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 2-ാം വാക്യം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. സ്ഥിരത. ഹല്ലേലൂയ. എന്നറിഞ്ഞത് അശേഷം സന്തോഷം എന്നുള്ളുവിൻ. അപ്പോൾ പരീക്ഷകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രതികൂലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കരുത്താർജിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു സ്ഥിരത ഉണ്ടാകുകയാണ്. നമ്മൾ കരുത്തന്മാരായി മാറുകയാണ്. ഇന്ന് പരീക്ഷകളും പ്രലോഭനങ്ങളും വരുമ്പോൾ നമ്മൾ തളർന്നു പോകുകയാണ്. അങ്ങനെ തളർന്നു പോകുന്നവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പൽക്കാലം ശക്തമായ ഭാഷയിൽ പറയുന്നു, നീ അനുഭവിക്കുന്ന പരിശോധനകളും, നീ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളും, നീ അനുഭവിക്കുന്ന പോരാട്ടങ്ങളും വെല്ലുവിളികളും നിന്നെ തളർത്തുവാനുള്ളതല്ല കുഞ്ഞേ, നിന്നെ ശക്തിയിലേക്ക് നടത്താനാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു. അതാ ഇവിടെ യാക്കോബ് എഴുതി വെച്ചേക്കുന്നത്. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. യാക്കോബ് പറഞ്ഞ ഞാനെടുത്ത് പറയുക. എൻ്റെ ഭാഷ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ തന്നെ പറയണം. നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ അതും ഇതുമൊക്കെ തിരികെ കയറ്റിയാൽ ഗുണമില്ല. ഇന്ന് അതാ സംഭവിച്ചേക്കുന്നത്. സഭയ്ക്ക് പറ്റിയ ദുരന്തം അതാ. അവർ പറഞ്ഞ ഉപദേശങ്ങളെ കോട്ടിക്കളഞ്ഞ്, കൂട്ടിച്ചേർത്ത്, മറിച്ച് കളഞ്ഞ് വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഉപദേഷ്ടാവ് പറഞ്ഞ പോലെ ഒരു വാക്യം വായിച്ചിട്ട് വല്ലതൊക്കെ പറയുക, എന്നിട്ട് അതിന് പ്രസംഗം ഒന്ന് പേരിടുക. തെറ്റി. ഒരു വിഷയം അപ്പോസ്തലൻ പറയുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതുമായിട്ട് ലിങ്ക് ചെയ്ത വാക്യങ്ങൾ എടുത്ത് ആ വചനത്തെ ഉറപ്പിക്കാം. ഇവിടെ 2-3 വാക്യങ്ങൾ, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണണം. നമുക്ക് എണ്ണാൻ കഴിയത്തില്ല. പരീക്ഷകളും പരിശോധനകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും നമുക്ക് സന്തോഷമല്ല, നമുക്ക് ദുഃഖമായിട്ടാണ് തോന്നുന്നത്. അത് വചനം നമ്മളെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ സ്തോത്രാഴ്ചയ്ക്ക് വേണ്ടി മാത്രം അവർ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് സംഭവിച്ചത്. നമുക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ സ്തോത്രം നമുക്ക് വിനയായി തോന്നുന്നത് അതുകൊണ്ടാണ്.
നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പരിശോധനകളും അത് നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്, നമ്മളെ ശക്തീകരിക്കുന്നതാണ്, നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. ആ പരീക്ഷകൾ വരുമ്പോൾ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. പരിശോധന വരുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ടെംപ്റ്റേഷൻ വരുമ്പോൾ, പ്രലോഭനങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. എടുത്തിയാടില്ല. ഗൾഫിലേക്കൊരു യാത്ര, അമേരിക്കയിലേക്കൊരു യാത്ര, ലണ്ടനിലേക്കൊരു യാത്ര, ഒരു കോള് വന്നു. ഉടനെ എടുത്തങ്ങ് ചാടുകയല്ല. അത് പ്രാർത്ഥിച്ച് ദൈവഹിതമാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വിട്ടേക്കുക. അല്ലെങ്കിൽ എന്താ പറ്റും? അവർ ഒറ്റ യാത്രയോടുകൂടി നിന്റെ ചീട്ട് കീറും. ഭാഷണം എങ്ങനെ അറിയാം? ചീട്ട് കീറിയ ഒത്തിരി പേര് അറിയാം. നിങ്ങളെ രഹസ്യമായിട്ട് വിളിച്ച് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. രഹസ്യമായിട്ട് വിളിച്ച് ചോദിക്കുക, ഞാൻ പേരും സഭയൊക്കെ പറഞ്ഞുതരാം. അത് പൊതുവിൽ പറയാൻ താല്പര്യമില്ല, വ്യക്തിഗത ശരിയല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ ഈ പ്രബോധനം, തുടക്കത്തിൽ തന്നെയുള്ള പ്രബോധനം നമ്മളെ വല്ലാതെ ഉപദേശിക്കുക. എന്താ ഉപദേശിക്കുന്നേ? എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളാകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. പേഷ്യൻസ്, സ്ഥിരത, വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ, വിശ്വാസത്തിൽ ബലപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ. കാരണം പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മെ ബലപ്പെടുത്തും. ആ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ, ദൈവശക്തി, ആത്മശക്തി കർത്താവ് നമുക്ക് തരും. അല്ലാതെ പ്രശ്നം മാറ്റാൻ, രോഗം മാറ്റാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കുറുക്ക് വഴികൾ അന്വേഷിച്ച് ലോക മനുഷ്യരെ പോലെ പോയാൽ എന്തോ പറ്റും? ഒരു ഗുണവും ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെയുള്ള വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് ഇന്നത്തെ ആത്മീയ ഗോളം. അത് പറയുന്നതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്. ഹല്ലേലൂയ.